വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അൺസ്കിൽഡ് ജോലികൾക്ക് ശേഷം എൻ്റെ അടുത്ത് ഒരുപാട് ക്വയറീസ് വന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കെയർ ഗിവർ ജോബ്സ് ഇൻ ലക്സംബർഗ്. നിങ്ങൾക്ക് ലക്സംബർഗിൽ എങ്ങനെയാണ് ഒരു കെയർ ഗിവർ ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഓൾറെഡി ഒരു കെയർ ഗിവർ ആണ് ലക്സംബർഗിലേക്ക് കെയർ ഗിവർ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒരു റിക്വയർമെന്റിന്റെയോ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ കാര്യങ്ങൾ? ഇനിയിപ്പോൾ ഒന്നുമല്ല, ലക്സംബർഗിൽ കെയർ ഗിവറിന്റെ ഡിമാൻഡൊക്കെ എത്രത്തോളമാണ്? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ. സോ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കെയർ ഗിവർ എന്ന് പറയുന്ന ഒരു ജോലിക്ക് ലക്സംബർഗിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നതിനെ പറ്റിയിട്ടാണ്. 2020-നും 2022-ന്റെ ഇടയിൽ വരുന്ന ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബറും പിന്നെ നമ്മുടെ എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റ് ഏജൻസി ആയ ADM പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് മോസ്റ്റ് ഇൻ ഡിമാൻഡ് പ്രൊഫഷൻ ആണ് ഈ കെയർ ഗിവർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ പൊസിഷൻസിൽ തന്നെ 22.1% ആണ് കെയർ ഗിവർ ജോബ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി വരുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഈ കെയർ ഗിവർ ജോലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത്. മെയിൻലി ആൾക്കാരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ജോലിയാണല്ലോ ഈ കെയർ ഗിവർ ജോബ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്തായാലും ഏജ് കെയർ ഗ്രൂപ്പ് വലിയൊരു ശതമാനം തന്നെ ആയിരിക്കും. നമ്മൾക്ക് ഈ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമാണല്ലോ എഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ പോരാത്തതിന് ലക്സംബർഗിൽ വൈഡ്ലി സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഫ്രഞ്ച്, ജർമ്മൻ, ലക്സംബർഗിഷ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊഫഷൻസി വേണം. അതായത് ഫ്ലുവന്റ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കണം. ഇപ്പൊ ലക്സംബർഗിൽ ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയുന്നതും നല്ലതാണ്. ഇനി എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് റിക്വയർമെന്റ്സ് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ലക്സംബർഗിൽ ഒരു കെയർ ഗിവർ ആയിട്ട് ജോലി ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡിപ്ലോമ എടുത്തിരിക്കണം. ഡിപ്ലോമ ഓഫ് പ്രൊഫഷണൽ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഡിപ്ലോമ എന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം. വേരിയസ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലുള്ള കെയർ ഗിവർ ജോലികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ ഡിപ്ലോമ. ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് കോഴ്സസും നമുക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫസ്റ്റ് എയ്ഡിലായിക്കോട്ടെ, ഹൈജീനിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ ഗിവിംഗ് ടെക്നിക്സിലായിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് അഡീഷണൽ കോഴ്സസും എടുക്കാൻ പറ്റും. സോ അതൊക്കെ നമ്മുടെ ഒരു ജോബ് പ്രൊഫൈലിന് എപ്പോഴും നല്ലതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ DAP നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്ലോമ ഉണ്ട്. ലൈസി ടെക്നിക് ഫോർ ലേ പ്രൊഫഷണൽസ് ഡെ സാന്റേ ഇവര് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഈ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കിൽഡ് വർക്കറിന്റെ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് എത്തും. ഒരു 3 വർഷ കാലയളവിലേക്ക് ഒരു ഇന്റേൺഷിപ്പ് ആയിട്ടോ ഒരു അപ്രന്റീസ്ഷിപ്പിന്റെ കീഴിലോ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഒരു മിനിമം ഒരു 12 ആഴ്ചയുടെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട്. ഇനി എവിടേക്കാണ് നമുക്ക് കെയർ ഗിവർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒന്നില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ, അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ നമ്മൾക്ക് കെയർ ഗിവർ ആയിട്ട് ജോലി ചെയ്യാം. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ലിസ്റ്റ് ചെയ്തില്ല. എന്തായാലും എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ ഒരു ജോലിനെ പറ്റിയിട്ടല്ല, ലക്സംബർഗിൽ കെയർ ഗിവർ ജോലികൾ എങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കെയർ ഗിവേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് ലക്സംബർഗ് എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം വരുന്നത് CHL ആണ്. ഒരു പ്രൈമറി ഹോസ്പിറ്റൽ സെന്റർ ആണ് ലക്സംബർഗിലത്തെ. 4 മേജർ പോൾസ് ആണ് ഈ CHL-നുള്ളത്. CHL സെന്റർ, CHL മെറ്റേണിറ്റി, CHL കാനർ ക്ലിനിക്, CHL എഷ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ കൂടെ 4 എണ്ണമാണ് ഉള്ളത്. അതിനുശേഷം സെന്റർ ഹോസ്പിറ്റലറി ന്യൂറോ സൈക്കാട്രിക്, CHNP. ഇതാണ് ലാർജസ്റ്റ് സൈക്കാട്രിക് ഹോസ്പിറ്റൽ ഇൻ ലക്സംബർഗ്. 3 എൻറ്റിറ്റീസ് ആയിട്ടാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. റിഹാബ് ക്ലിനിക്, സെന്റർ പോണ്ടലൈസ് ആൻഡ് ഡി പാർക്ക്. ഒരു സ്പെസിഫിക് പേഷ്യന്റ് പോപ്പുലേഷൻസ് അനുസരിച്ചിട്ടാണ് ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ലക്സംബർഗ് റെഡ് ക്രോസ് ആണ്. ഗ്ലോബൽ റെഡ് ക്രോസിന്റെ ലക്സംബർഗ് ബ്രാഞ്ച്. അതിനുശേഷം മെഡിസിൻസ് ഡു മോണ്ടെ ലക്സംബർഗ്. ഈ മെഡിസിൻസ് ഡു മോണ്ടെ ലക്സംബർഗ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മെഡിക്കൽ ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷൻ ആണ്. ഈ വൾണറബിൾ പോപ്പുലേഷൻസിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് സെർവിയർ ആണ്. പിന്നെ പേപ്പർലെക്, എലീസസ്, പിന്നെ സ്റ്റഫ്ടങ് ഹെലൻ ഡോയിൻ, പിന്നെ ഫൗണ്ടേഷൻ
ജിൻ പെർ പെസ്കാത്തോർ. ഞാൻ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞ പല എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെയും പ്രൊനൗൺസിയേഷൻ അതായിരിക്കില്ല, അത് ലക്സംബർഗിഷിലാണ്. സോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല. എന്നാലും അതൊക്കെയാണ് കെയർ ഗിവേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ലക്സംബർഗ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു അല്ലേ. ഇനി എങ്ങനെയാണ് ഒരു കെയർ ഗിവർ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാം, ഏതൊക്കെ പോർട്ടൽ വഴി അപ്ലൈ ചെയ്താലാണ് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാരായി ചോദിക്കുന്നു ഏതൊക്കെയാണ് ജോബ് പോർട്ടൽസ് ഉള്ളത്. ഇന്റർനാഷണൽ ജോബ് പോർട്ടൽസും ഉണ്ട്, അതേപോലെ തന്നെ ലക്സംബർഗിൽ മാത്രമുള്ള ജോബ് പോർട്ടൽസും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ പോർട്ടൽസിനെ പറ്റിയിട്ടാണ്. EURES.Europa, പിന്നെ eurojobs.com, eurojobsites.com, expertier.com, indeed.com, page.com, linkedin.com ഒക്കെ വഴി നമുക്ക് ഈ ജോലികളൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇന്റർനാഷണൽ പോർട്ടൽസ് ആണ്. സോ ലക്സംബർഗ് എന്ന് പറഞ്ഞ ഫിൽട്ടർ എന്തായാലും നിങ്ങൾ ഇട്ടിരിക്കണം. ഇനിയിപ്പോൾ ലോക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലക്സംബർഗ് ആണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് jobfinder.lu, jobs.lu, monster.lu, moviejob.com ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. എന്തൊക്കെ പേപ്പേഴ്സ് ആണ് നമ്മൾക്ക് ഒരു കെയർ ഗിവറായിട്ട് ജോലി ചെയ്യാൻ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ യൂറോപ്യൻ നാഷണൽസിന് പേപ്പർ വർക്ക്സ് ഒക്കെ ഈസി ആണ്. വേറെ ഒരു വർക്ക് പെർമിറ്റിന്റെ ആവശ്യമില്ല. ക്വാളിഫിക്കേഷൻ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഒബ്വിയസ്ലി ലാംഗ്വേജ് ക്രൈറ്റീരിയ മാച്ച് ആയിരിക്കും. സോ അവരുടെ കാര്യം എളുപ്പമാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോൺ യൂറോപ്യൻസ്, അതായത് യൂറോപ്പിന് പുറത്തുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഇവിടെ കെയർ ഗിവറായിട്ട് ജോലി ചെയ്യുക, എന്തൊക്കെ പേപ്പേഴ്സ് ആണ് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ആവശ്യം എന്നുള്ളത് നോക്കാം. ഇത് പിന്നെ പല സിറ്റുവേഷൻസ് അനുസരിച്ച് വേരി ചെയ്യും എന്നുണ്ടെങ്കിൽ കൂടെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കിയാലോ. കോമൺ ആയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് 2 ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോം, അതിനുശേഷം 2 റീസെന്റ് ഐഡന്റിക്കൽ പാസ്പോർട്ട് ഫോട്ടോസ്, പാസ്പോർട്ടിന്റെ ഒരു കോപ്പി, പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ, പിന്നെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, പേയ്മെന്റ് ഓഫ് ദി ആപ്ലിക്കബിൾ വിസ ഫീ. ഞാൻ നേരത്തെ പറഞ്ഞ റിക്വയർമെന്റ്സ് ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. ബേസിക്കലി സർക്കംസ്റ്റാൻസസും സിറ്റുവേഷൻസും ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടോ, എംപ്ലോയിഡ് ആണോ, അല്ലെങ്കിൽ സെൽഫായിട്ട് എംപ്ലോയിഡ് ആണോ, ഇനിയിപ്പോൾ ഫാമിലി സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ യൂറോപ്യൻ പാർട്ട്ണർ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ലക്സംബർഗിഷ് പാർട്ട്ണർ ഉണ്ടോ. സോ ഇങ്ങനെ സർക്കംസ്റ്റാൻസസ് ബേസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ കൂടെ നേരത്തെ ലിസ്റ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെയാണ് കോമൺ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ്. ഇനിയിപ്പോ വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, സാലറിന്റെ കാര്യം അറിയാണ്ട് പിന്നെ എന്ത് ജോലിയല്ലേ. അപ്പോൾ 2024 ഒരു സാലറി ലിസ്റ്റ് പ്രകാരം ഒരു കെയർ ഗിവറിന് ഏകദേശം ഒരു റേഞ്ച് ഉണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പെർ മന്ത് ഗ്രോസ് സാലറിനെ പറ്റിയിട്ടാണ്. 1600 യൂറോ തൊട്ടിട്ട് 4329 യൂറോ വരെയാണ്. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ ഇതാണ് ഓൺ ആൻ ആവറേജ് ഉള്ള ഒരു സ്കെയിൽ. ഇനി ലക്സംബർഗിൽ കുറച്ചൊരു ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതായത് ഫ്രീലാൻസ്, ഇന്ററിം എന്നൊക്കെ പറയുന്ന പോലെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കെയർ ഗിവർ ആയിട്ട് തന്നെ ജോലി ചെയ്യാം, ഒരു ഫ്രീലാൻസിങ് പോലെ. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു റിക്വയർമെന്റ് ഉണ്ട്, ഓൾറെഡി ഉള്ള ഒരാളുടെ ആബ്സെൻസിലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇവിടെ കെയർ ഗിവർ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഫ്രീലാൻസിങ് കെയർ ഗിവർ എന്നൊക്കെ പറയുമ്പോൾ മോസ്റ്റ്ലി ഒരു ഹോം കെയർ സർവീസസിലേക്കായിരിക്കും പ്രിഫർ ചെയ്യുക. ഒരു ടെമ്പററി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്നുള്ള സ്കീമിലും ലക്സംബർഗിൽ കെയർ ഗിവേഴ്സ് ആയിട്ട് ആൾക്കാർ ജോലി ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ക്വൈറ്റ് കോമൺ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ക്വൈറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആണല്ലോ. സോ ഡിമാൻഡ് പോലെ ഇരിക്കും നമ്മൾക്ക് കിട്ടുന്ന ജോലിയും അതിന്റെ ഒരു പീരീഡും കാര്യങ്ങളൊക്കെ. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിന്റെ ഒരു ചെറിയ ഓവർവ്യൂ തരാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിന്റെ ഒരു ചെറിയ റിസർച്ചിൽ ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ലക്സംബർഗിലേക്ക് കെയർ ഗിവർ ആയിട്ട് ജോലിക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലുള്ള ഹെൽപ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ടും സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. പിന്നെ എനിക്ക് വലിയൊരു താങ്ക് യു പറയാനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന്. സോ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, അതെനിക്ക് ഭയങ്കര വലിയൊരു എൻകറേജ്മെന്റ് ആണ്. സോ താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.